അപ്പൊ നമ്മൾ തുടങ്ങിയല്ലേ? എല്ലാം റെഡിയാണോ? റെഡി 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 റെഡി. ടൈപ്പ് ചെയ്യൂ, ടൈപ്പ് ചെയ്യൂ. റെഡി ടൈപ്പ് ചെയ്യൂ. റെഡിയാണ്. ടൈപ്പ് ചെയ്ത് കിട്ടിയാലേ റെഡിയാന്ന് പറയുള്ളൂ. നിങ്ങൾ റെഡി എന്നുള്ള കമന്റ് കിട്ടാതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യില്ല പ്രോഗ്രാം. റെഡി 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 പറട്ടെ. എല്ലാവരും റെഡി അല്ലെങ്കിൽ ഞാൻ മാറ്റി വെക്കും കുറച്ചും കൂടി സമയം. റെഡിയാണ്, എല്ലാവരും റെഡിയാണ് അല്ലേ? എല്ലാവരും റെഡിയാണ്. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് എന്നും പറയുന്ന പോലെ, അപ്പോൾ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ടു എവരി വൺ. ഈ സായംസന്ധ്യയിൽ ഈ ദിവസം നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ, നിങ്ങൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്നതിൽ വളരെയധികം നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം ഞാൻ പറയുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസവും മനസ്സിനെ അടുത്ത തലങ്ങളിലേക്ക്, അതിൻ്റെ അത്യുന്നത തലങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ പാകപ്പെടുത്തുന്ന ഒരു വലിയ ഒരു ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, സ്റ്റോണായിട്ടാണ് നമ്മൾ എപ്പോഴും കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഏറെ നന്ദി നന്ദി നന്ദി. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും അതിരാവിലെ എഴുന്നേറ്റ് തന്നെ സാറിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരോടും, വീഡിയോ കിട്ടിയില്ലെന്ന് പറയുന്ന ചില ആൾ രാവിലെ 4:30 മണിക്ക് നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞ, അപ്പോൾ 5:30 മണിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ എനിക്ക് മെസ്സേജ് വന്ന് കാണും, സാറിൻ്റെ വീഡിയോ എത്തിയില്ലല്ലോ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ എന്നുള്ളത്. ഏറെ സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ. പിന്നെ ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, എൻ്റെ ഹൃദയ ഭാഷയാണ് പറയുന്നത്. അതുകൊണ്ട് അതിൽ എന്താ പറയുക, വാക്കുകളുടെ ബോൾഡ്നെസ്സും വാക്കുകളുടെ ഇതൊന്നും ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല, കാരണം അതിങ്ങനെ ഫ്ലോയിൽ സംസാരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ തരുന്ന ആ സപ്പോർട്ടാണ് എൻ്റെ എനർജി, ഊർജം. ഇന്ന് തന്നെ ഒരുപാട് ആൾക്കാർ 1-to-1 സെഷന് വന്നു സംസാരിക്കാനായിട്ട്. എനിക്ക് അവരുടെ ജീവിതത്തെ ഉയർത്തണം, അവരുടെ ജീവിതത്തെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇന്ന് ഈ സമയം വരെ എൻഗേജ് ആയിരുന്നു. സൺഡേ ഇവിടെ ഇരുന്ന് ഞാൻ രാവിലെ വന്ന് ഈ ടേബിളിലും ചെയറിൽ ഇരുന്നതാണ്. ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ അത്രയും ഫുൾ പാക്ഡ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ഏറെ സന്തോഷം, അതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങളൊക്കെ നൽകുന്ന ഒരു സപ്പോർട്ടിന് കൂടുതൽ കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടാവുന്ന മുമ്പ് വീഡിയോ ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നവരോടും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടുമുള്ള വ്യക്തമായ റിക്വസ്റ്റ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ മറക്കാതെ ഇപ്പം അങ്ങ് പ്രസ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഈ ക്ലാസ്സിലിരിക്കുന്നവർ ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട് ഏകദേശമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവരും നിങ്ങൾ കയറി ഉടനെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. കാരണം വ്യൂ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ നിങ്ങൾക്കും ഗുണമാണ്, എനിക്കും ഗുണമാണ് അല്ലേ? കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനും അതുകൊണ്ട് ഗുണമാകും എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പം തന്നെ ആ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാം. ഇനി നമുക്കെല്ലാവർക്കും ആരാധ്യനായ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും അത്യുന്നതമായ ചിന്താഗതികളിലൂടെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്താ പറയുക മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഗുരു ചാണക്യൻ്റെ ഒരു വരി നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളെപ്പറ്റി ചർച്ച പറയാം അല്ലേ? ചാണക്യൻ ഒരു ശ്ലോകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ധർമ്മം ധനം ച ധാന്യം ഗുരോർവചനമൃതം സംഖ്യം ഹീതം ച കർത്തവ്യമന്യസ്ത്യ നതു ജീവതി എന്ന്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പറയുന്നതെന്നറിയോ? ഒരു ചാണക്യൻ പറയുന്നു, ധർമ്മം, ധനം, ധാന്യം, ഗുരുവിൻ്റെ ശിക്ഷണം, അതുപോലെ ഔഷധം, എന്നിവ സമാഹരിക്കണം. കൂടാതെ ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഒരാൾക്ക് ജീവിതം വേണമെങ്കിൽ, ജീവിക്കാൻ സാധ്യമാവണമെങ്കിൽ ഈ 4 ഘടകങ്ങൾ അയാൾക്ക് കൃത്യമായി വേണം എന്നുള്ളത്. അതെന്തൊക്കെയാണ്? ഒന്നുകൂടി പറയാം. ധർമ്മം, മറക്കരുത്, ഒരിക്കലും ധർമ്മം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത്, അത് ശാശ്വതമാവില്ല എന്നുള്ളത്. രണ്ടാമത് ധനം, പണമില്ലാതെ, ധനമെന്ന് സമ്പത്ത് അല്ലെ, സമ്പത്തില്ലാതെ ഒരു മനുഷ്യനും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പണം കായ്ക്കുന്ന മരമില്ലെന്നും പണം മരത്തിൽ കായ്ക്കില്ലെന്നും, പണം എന്തൊക്കെയാണ്? പണമുള്ളവനൊക്കെ
മറ്റ് വഴികളിലൂടെയാണ് പോയതെന്നും പണം നമ്മുടെ സമാധാനത്തെ കെടുത്തുമെന്നും പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മോശമായി പോകുന്നു, അങ്ങനെ 100 കണക്കിൽ ചിന്തകൾ ഈ പണമില്ലാത്തവൻ നമ്മളെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആദ്യം ഒന്ന് എടുത്തു കളയണം. ധാന്യം ധാന്യം എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളില്ലാതെ ജീവിതമില്ല, അല്ലെ? ഇത് വേണം, അല്ലെ? ഇത് ഉണ്ടാക്കണം, ഭക്ഷണം വേണം, ഒക്കെ വേണം, അല്ലെ? ഇതില്ലാതെ നമുക്ക് ജീവിതമുണ്ടോ? ഇല്ല. അപ്പോൾ ധർമ്മം ധരച്ച ധാന്യം ഗുരോർവചനമൗഷധം. ഗുരുവിന്റെ വാക്കുകൾ, ഗുരു പറയുന്ന കാര്യങ്ങൾ. ആരാണ് ഗുരു? നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന ആരാണോ അവനാണ് നമ്മളെ സംബന്ധിച്ച് ഗുരു. നമ്മളെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് ഗുരു. ഭാരതീയ സംസ്കാരത്തിൽ എല്ലാം ഗുരുക്കന്മാരാണ്. ഈവൻ ഒരു ഉറുമ്പ് പോലും ഗുരുവാണ്. ഉറുമ്പിന്റെ കഥയിൽ ഉറുമ്പിൽ നിന്നും പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, അല്ലെ? അങ്ങനെ അഷ്ടവക്ര മുനി പറഞ്ഞ് ഒരുപാട് ഗുരുക്കളെ കഥകളൊക്കെ അറിയണം. അങ്ങനെ ഓരോ ആളും ഗുരുക്കളാണ്. സ്വന്തം മക്കൾ തന്നെ നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് മറക്കാതിരിക്കുക. കാരണം മക്കളിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ ജീവജാലം ഗുരുക്കന്മാരാണ്. അപ്പൊ ഗുരോർവചനം ഔഷധം. പിന്നെന്താ? ഔഷധമില്ലാതെ, ഗുരുർ വചനം തന്നെയാണ് ഔഷധം, പക്ഷെ എങ്കിലും ഔഷധമില്ലാതെ കർത്തവ്യമന്യസ്ഥ്യ, കർത്തവ്യം ചെയ്യാതെ, കടമ ചെയ്യാതെ ഒരു ജീവനും ഇവിടെ സാധ്യമാവില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ സംഖ്യം ഹിതം, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതമില്ല, കർത്തവ്യം ചെയ്യാതെ ഒരു ജീവിതവും സാധ്യമാവില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം, ഞാൻ ഇവിടെ ക്ലാസ്സിലെല്ലാം പറയുന്ന കാര്യങ്ങളിലെല്ലാം ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. കർത്തവ്യമില്ലാതെ ധനം ഉണ്ടാക്കാൻ, സമ്പത്തുണ്ടാക്കാൻ പറ്റില്ല. ധർമ്മം വിടിഞ്ഞ് സമ്പത്തുണ്ടാക്കാൻ പറ്റില്ല. ഗുരുർ വചനമില്ലാതെ, ഗുരുവിൻ്റെ ശിക്ഷണമില്ലാതെ സമ്പത്തുണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാതെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തിയെടുക്കാതെ, ഔഷധം കൊണ്ട് ശരിയാക്കാതെ എടുക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ എന്താ പറയുക, അപ്രായോഗികമാണ് എന്ന് മനസ്സിലാക്കുക. പ്രായോഗികമായി നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇത് സെറ്റായോ? ഈ സാധനം മനസ്സിലായോ? റെഡിയാണ്? എസ് എങ്കിൽ എസ് പറയൂ. എസ് എങ്കിൽ എസ് പറയൂ. എനിക്ക് സംഭവം മനസ്സിലായി സാറേ. ചാണക്യ ഇല്ലെങ്കിൽ മനസ്സിലായാലും ഒന്നുകൂടി പറയാമോ സാർ? എത്ര പേർക്ക് മനസ്സിലായി ഈ സംഭവം? പറയട്ടെ, മനസ്സിലായവർ പറയട്ടെ. ഇത്രേ ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞ കട്ടി ഭാഷയൊന്നും പറഞ്ഞിട്ടില്ല, സിമ്പിളാണ് പറഞ്ഞു കേട്ടെ. സിമ്പിളാണ് പറഞ്ഞത്. പറയല്ലോ, ബാക്കി ഇത്രയും ആളിന് വളരെ കുറച്ച് പേരെ പറയുന്നുള്ളൂ. എന്താ ടൈം? നെറ്റ്വർക്കിന്റെ ടൈം ഉണ്ടോ? കമോൺ 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 കമോൺ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സമയത്ത് വീണ്ടും പറയാം. ധർമ്മം ധനം ച ധാന്യം ഗുരോർ വചനമൗഷധം സംഖ്യം കർത്തവ്യമന്യസ്യ നതു ജീവതി എന്ന്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. നമ്മൾ കർത്തവ്യം എല്ലാം. യെസ്, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോ നമ്മൾ ഇന്നും പറഞ്ഞു വരുന്നത് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ സമ്പത്ത് സമാഹരിക്കുന്നത്, സമ്പന്നനായി മാറുന്നത്, സമ്പത്ത് നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. ഇന്നലെ നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഇന്നലെ 2 കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. കർത്തവ്യം ഒന്നുകൂടി പറഞ്ഞുതരാം. ഏതാണ് കർത്തവ്യം? കർത്തവ്യം, കടമ. നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണം. യു ഷുഡ് ഡു യുവർ ഡ്യൂട്ടി. കർത്തവ്യം എന്ന് പറഞ്ഞാൽ കടമയാണ്. നമ്മുടെ കടമ, നമ്മുടെ വർക്ക്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. കർത്തവ്യമന്യസ്ഥ്യ, കർത്തവ്യമില്ലാതെ ഒരു ജീവിതത്തിനും സാധ്യമാവില്ല. പണിയെടുക്കാതെ, ജോലി ചെയ്യാതെ നമുക്ക് ഒന്നും സാധ്യമാവില്ല എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും കർത്തവ്യമുണ്ട്. അത് അവർ കൃത്യമായി ചെയ്യണം. കഴുതയുടെ പണിയാണ് ചുമട് ചുരുക്കൽ, അല്ലേ? കാളയുടെ പണിയാണ് എന്താ പറയാ, ഭൂമിയിൽ കൃഷി ചെയ്യാൻ, അതിൽ ഒഴുക്കുക. അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ കർത്തവ്യമുണ്ട്, അല്ലെ? അതാത് കർത്തവ്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ജീവിതം
അല്ലെങ്കിൽ മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസമല്ലേ. മൃഗത്തിന്റെ ജീവിതം പിന്നെ അങ്ങനെ പൊക്കോളും, മനുഷ്യന് പറ്റില്ല. അപ്പോൾ അതെന്തായാലും കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ എന്താണ്? അപ്പോൾ മണി മാനിഫെസ്റ്റേഷന് നമ്മൾക്ക് വന്ന് പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു കാര്യം ചെയ്യാതെ, ഇന്ന് പറഞ്ഞതിന് ഗുരോർവചനമൗഷധം എന്ന് പറയുന്ന പോലെ, ഈ ഒരു കാര്യം ചെയ്യാതെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് മണിയെ കൊണ്ടുവരാൻ, ധനം സമ്പാദിക്കാൻ സാധ്യമാവില്ല. എന്തായിരിക്കും ആ ഒരു കാര്യം? അതാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇതിന്റെ എഫക്റ്റാണ് ഈ ഒരു സംഭവം. എന്തായിരിക്കും അത്? ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇപ്പോൾ ഞാൻ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യവും നിങ്ങൾ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന ഈ കാര്യമായ ഒരു കാര്യം എന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്? അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? പറയാൻ പറ്റുമോ? യെസ്, അറിവ് പകരുക എന്നല്ല, അതിൻ്റെ ഒരു മറ്റൊരു സ്റ്റഡി എന്നൊക്കെ നമ്മൾ പറയും, സ്റ്റഡിയൊക്കെ ആണ്. അതിന് മറ്റൊരു പേര് പറയും. ഇവിടെ നിങ്ങൾ സ്റ്റഡി മാത്രമല്ല സംഭവിക്കുന്നത്, ദർ ഇസ് സംതിങ് മോർ ദാൻ ദാറ്റ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, കോളേജിൽ പോയാൽ നിങ്ങൾക്ക് സ്റ്റഡി കിട്ടും. അവിടെ നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് അവിടെ കിട്ടില്ല. കിട്ടില്ല എന്നല്ല, കിട്ടും. കോളേജൊക്കെ അത് ചെയ്യുന്നുണ്ട്. ജ്ഞാനം നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ഒരു ശിഷ്യപണം അല്ല, ഈ സാധനത്തിന് പറയുന്ന പേരാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന്. വ്യക്തിത്വ വളർച്ച. നിങ്ങൾ ഈ കേൾക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളർച്ച ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ. നിങ്ങളെല്ലാം കേൾക്കുന്നു, ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കില്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾ ഇപ്പൊ ഇത് കേൾക്കുന്നു, ഒന്ന് പോകുന്നു, നാളെ വീണ്ടും വരുന്നു, കേൾക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു മാറ്റവും ഉണ്ടാവാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മുമ്പിലോട്ടുള്ള യാത്ര മുമ്പിലോട്ട് പോകും, വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ നിരപ്പായ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. കയറി പോകണം, അടുത്ത മുകളിലേക്ക് പോകണമെങ്കിൽ, അല്ലേ? സുയസ് കനാലിന്റെ ഒക്കെ സിസ്റ്റം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഷിപ്പിന് വേറൊരു ലിഫ്റ്റ് സിസ്റ്റം ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് അടുത്ത തടാകത്തിൽ കൊണ്ടുപോകും, അല്ലേ? അത് ഒരു സിസ്റ്റമാണ്. അതുപോലെ ലിഫ്റ്റ് ചെയ്യപ്പെടണം നമ്മൾ. ആര് ലിഫ്റ്റ് ചെയ്യപ്പെടണം? മറ്റൊരാൾക്ക് വന്നിട്ട് എന്നാ പിടിച്ചോ ശൈല, നീ ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് ഇരുത്തിയാൽ നിൽക്കുവോ? അങ്ങനെ മനുഷ്യരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതിന് പറയുന്ന പേരാണ് സെൽഫ് ഡെവലപ്മെന്റ്. ഈ കണ്ട പുസ്തകങ്ങളൊക്കെ വായിച്ച് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ആകാൻ പറ്റുള്ളൂ. കാരണം ഇത് വളരെ മൈന്യൂട്ടായിട്ട് നടക്കുന്ന ചേഞ്ചസ് ആണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇടുന്ന ചേഞ്ചസ് വരില്ല. സെൽഫ് ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ഓഫ് കർമാസ്, ആക്ഷൻ, കൺസിസ്റ്റൻസി ഓഫ് ദ കർമ്മ, ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഇതിലൂടെ വ്യക്തിത്വ വളർച്ച ഉണ്ടാവാത്തിടത്തോളം കാലം എന്ത് സംഭവിക്കില്ല? ഇങ്ങനെ കൺസിസ്റ്റൻസി വ്യക്തിത്വ വളർച്ച സംഭവിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എന്ത് വരില്ല? എന്ത് കിട്ടില്ല? എന്താണോ നിങ്ങൾ ഇപ്പോൾ വേണമെന്ന് പറയുന്ന സാധനം, അല്ലേ? ഇത് കിട്ടില്ലേ? കാരണം സിമ്പിളായിട്ട് പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ് ആസ് എ ക്ലർക്ക്, അല്ലേ? 25,000 രൂപ ശമ്പളത്തിന് ആസ് എ ക്ലർക്കായിട്ട് കഴിഞ്ഞ 15 വർഷമായി ജോലി ചെയ്തു. എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് 50,000 വേണം, 50,000 വേണം, 50,000 വേണം. ഏതെങ്കിലും ഒരു ക്ലർക്ക് പൊസിഷനിൽ അവിടെയൊക്കെ ആ കമ്പനിയിൽ 50,000 കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എത്ര കൂട്ടിക്കഴിഞ്ഞാൽ 50,000 എത്താൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്ലർക്കിന് പകരം അടുത്ത പൊസിഷൻ എന്താണ്, ക്ലർക്കിന് എവിടെ വരെ പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിനു വേണ്ടി പഠിക്കണം, അറിയണം.
പൊസിഷൻസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ മാത്രമല്ലേ അടുത്ത സ്റ്റെപ്പ് പൊസിഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലേ? ഇതില്ലാതെ ഞാനിവിടെ ഇരിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥനയും ചെയ്യും, മാനിഫെസ്റ്റേഷൻ ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ ഒരു മാറ്റം വാക്കുകളിലോ പ്രവൃത്തികളിലോ ചിന്തയിലോ വരുത്താതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. ആറില്ല കേട്ടോ, അങ്ങനെ ആരും ചിന്തിക്കരുത്. നിങ്ങൾ എന്താണോ വേണ്ടത് അത് പഠിക്കുക തന്നെ വേണം. പഠിച്ചാൽ മാത്രം പോരാ, അറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? അത് ധനേഷ് പറഞ്ഞ പോലെ അതൊരു വിസ്ഡമായി മാറണം, ജ്ഞാനമായി മാറണം. പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അതിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷെ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലോകത്തിൽ മലയാളീസിനുള്ളത്രയും പഠിക്കാനുള്ള കഴിവ് ഒരാൾക്കുമില്ല എന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞാണ്. ഒരുപാട് കമ്മ്യൂണിറ്റിയെ കാണുന്നത് കൊണ്ട് പറയാണ്, ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് പറയാണ്, മലയാളീസിന് ഉള്ളത്ര ഈ കഴിവ്, പഠിക്കാനും അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റൊരാൾക്കും ഇല്ല എങ്കിൽ കൂടിയും മലയാളികളുടെ നമ്മുടെ ജോലി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ മലയാളി ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന കാര്യം വരുമ്പോൾ വളരെ പിറകിലാണ്. എല്ലാം പഠിക്കും, ഒരുപാട് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും, പക്ഷെ ലൈഫിലേക്ക് ഈ സാധനം അപ്ലൈ ചെയ്യില്ല. അപ്പോൾ എന്താണ് സംഭവിക്കാത്തത്? ആൾക്ക് എന്തുണ്ടാവില്ല? അതുകൊണ്ടാണ് മലയാളീസിന് ഇപ്പോഴും കേരളത്തിൽ ഹിന്ദി പറയാൻ അറിയില്ല, ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ അറിയില്ല. വലിയ വലിയ മാസ്റ്ററിങ് ഡിഗ്രിയൊക്കെ ഇംഗ്ലീഷിലൊക്കെ പോയി എടുക്കും, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ഇത് പഠിക്കുന്നത് കൊണ്ട് പഠിച്ചു മനസ്സിലാക്കി, പക്ഷെ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം എന്ത് സംഭവിക്കില്ല? വിസ്റ്റം ഉണ്ടാവില്ല. വിസ്റ്റം ഇല്ലാത്തിടത്തോളം ഇല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കില്ല? തിരിച്ചറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മണി ചെയിനോ അല്ലെങ്കിൽ മാഞ്ചമോ ഇപ്പൊ ഓൺലൈൻ ഗെയിമിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ ഗൂഗിൾ പേ റിക്വസ്റ്റോ എന്ത് വന്നാലും ചാടി വീണോളും. ആം ഐ റൈറ്റ്? ഞാൻ ഈ പറഞ്ഞത് റൈറ്റ് അല്ലേ? ഇപ്പോൾ ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലും താഴെ, അതിലും മാറിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ പോകുന്നത് ലഹരിയിലേക്കാണ്. അവർക്ക് ഒന്നും സമയമില്ല. ഏട്ട് 2 അടിക്കണം, അല്ലെങ്കിൽ 2 പുക വിടണം, ലൈഫ്. ഇതല്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ആം ഐ റൈറ്റ്? ശരിയാണെങ്കിൽ എസ് എന്ന് പറയൂ, നോക്കട്ടെ. ഞാൻ പറഞ്ഞത് എത്ര പേര് അംഗീകരിക്കുന്നു? ഇല്ലെങ്കിൽ നോ പറഞ്ഞോളൂ. നോ സാർ, യു ആർ മിസ്അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കലാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് പുതുതലമുറയുടെയും നമ്മുടെയൊക്കെ വിഷയം. അച്ഛനും അമ്മയ്ക്കും മക്കളെ നേരെ സംസാരിക്കാൻ സമയമില്ല. അച്ഛനും ബിസിയാണ്. എന്തിനാണെന്നറിയോ? അമ്മ ഇതിൽ ബിസി, അച്ഛൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ ഓൺ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ ഇത് സംഭവിച്ചു, നിങ്ങൾ കണ്ടോ? സിനിമ നടി ആരൊക്കെയാണ് അറ്റാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടോ? സിനിമ നടി 10,000 ഫുൾ ടൈം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഇത് തന്നെയാണ്. അവിടെ വന്നു, ദിലീപിനെ കണ്ടോ, ദിലീപിനെ പിടിച്ചു, പോയ ഓർഡർ. സോറി, ഞാൻ ജസ്റ്റ് ഇതിന്റെ അതിന്റെ ആകുലത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് മാറി നമുക്ക് വേണ്ടതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അതിലൊന്നും പോയി നിന്നിട്ട് സമയം കളയരുത് എൻ്റെ സുഹൃത്തുക്കളെ. ഒന്നും ചെയ്യാനില്ല നമുക്കതിന്. നമ്മൾക്ക് സഹതാപം വേണം, അനുകമ്പ വേണം, കാരുണ്യം വേണം, ഇതൊക്കെ വേണം. എന്ന് വെച്ച് 24 മണിക്കൂർ അതിൽ നിന്നാൽ ഗുരു പറഞ്ഞ പോലെ ധനോധാന്യം, അമൃതം, ഔഷധം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ കാണുന്ന സഹോദരങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് ആവശ്യം, അതിൽ ഫോക്കസ് ചെയ്യുക. അത് നേടുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ അതിലേക്ക് വന്നു ചേരും. അത്രയാണ്. ബാക്കിയെല്ലാം അതിലേക്ക് വന്നു ചേരുന്ന പ്രവർത്തനം നടക്കും. നമ്മൾ എല്ലാത്തിൻ്റെയും പിറകെ അങ്ങോട്ട് പോകണ്ട, എല്ലാം ഇങ്ങോട്ട് വന്നോളും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സുകൊണ്ട് ആകർഷണ നിയമത്തിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ ഒരു മാഗ്നറ്റായി മാറിയാൽ മതി.
അപ്പോൾ എല്ലാ ഇരുമ്പുകളും ഇങ്ങോട്ട് വന്നോളൂ. ഈ വാർത്തകളാകുന്ന സോഷ്യൽ മീഡിയകളാകുന്ന ഇരുമ്പുകളൊക്കെ ഇങ്ങോട്ട് വരുത്തി. നമുക്ക് അറിയേണ്ട ഒരു കാര്യമില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ വ്യക്തിത്വ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ എന്നെപ്പോലുള്ള ആൾക്കാർ നടത്തുന്നത്. എൻ്റെ വ്യക്തിത്വ വളർച്ചയ്ക്കും നിങ്ങളുടെ വ്യക്തിത്വ വളർച്ചയ്ക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ് ഒക്കെ മറക്കാതിരിക്കുക. അപ്പോഴാണ് എനിക്ക് എൻ്റെ മൂല്യം കൂടുന്നത്, അല്ലേ? അപ്പോഴല്ലേ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഗുണമുള്ളൂ. ഓക്കെ, താങ്ക് യു. തീർച്ചയായും നെക്സ്റ്റ് നമുക്ക് അപ്പൊ അത് അറിയാമല്ലോ. ഇപ്പൊ വ്യക്തിത്വ വളർച്ചയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം, സാധാരണ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണ് ഇത് കണക്ട് ചെയ്ത് വരുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും അറിയാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പണത്തിന്റെ ചില ചതിക്കുഴികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അല്ലേ? പണത്തിന് ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടല്ലോ, അല്ലേ? അതറിയാലോ. കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിൽക്കില്ല. അപ്പോൾ പണത്തെപ്പറ്റിയും ധനത്തെപ്പറ്റിയും സമ്പാദ്യത്തെപ്പറ്റിയും വെൽത്തിനെ പറ്റിയും ഒക്കെ അറിയണമെങ്കിൽ അതാത് മേഖലയിൽ നമ്മൾ പഠനം നടത്തണം, അറിയണം. ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെ? റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ബിസിനസ്സാണ്, നല്ല ലാഭം കിട്ടും എന്ന് പറഞ്ഞ് കണ്ണടച്ചു പോയി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ കിട്ടുമോ? തിരിച്ചു കിട്ടുമോ? അത് ശരിക്കും അറിയണം. മ്യൂച്വൽ ഫണ്ട് എളുപ്പത്തിലുള്ള ബിസിനസ്സാണ്, പരിപാടിയാണ്. കുറച്ച് കാശ് ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, പോയി മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ 10 വർഷം കഴിയുമ്പോൾ 1 കോടി കിട്ടും സാറേ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി മ്യൂച്വൽ ഫണ്ടിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ഇരുന്നാൽ മ്യൂച്വൽ ഫണ്ട് 1 കോടി കിട്ടുമോ? കിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുമോ? ഓൺലൈൻ ഗാംബ്ലിംഗിൽ കിട്ടുമോ? മണി ചെയിനിൽ കിട്ടുമോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കിട്ടുമോ? ഒന്നും കിട്ടില്ല. അവിടെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കളിക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയാത്തവൻ കൊണ്ടിട്ട് അവിടെ കാശ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് വളരുന്നില്ല, നിങ്ങൾ റൈറ്റ് മാത്രമേ വളർന്നുള്ളൂ, ലെഫ്റ്റ് വളർന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. ലെഫ്റ്റ് മാത്രമേ വളർന്നുള്ളൂ, റൈറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് കിട്ടില്ല. ഇതല്ലേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതേത് ടെക്നിക്ക് വെച്ചാലും അതിന്റെ ഫണ്ടമെന്റൽ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ്. താഴോട്ട് പോകുന്നവർ വാങ്ങിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുക. അവസാനം ഉള്ള കണ്ണിയിൽ എവിടെയെങ്കിലും പൊട്ടിയാൽ ചെയിനാണത്. ദാറ്റ്സ് ജസ്റ്റ് ചെയിൻ സിസ്റ്റമാണ്. അതങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചെയിൻ എവിടെയെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സാധനം വർക്ക് ചെയ്യും. ചെയിൻ സിസ്റ്റമാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ സമയവും ബുദ്ധിയും മണിയും ഇൻവെസ്റ്റ് ചെയ്യണം. നോക്കിയും കണ്ടും തന്നെ ചെയ്യണം. എല്ലായിടത്തും കയറിയിട്ട് പോകരുത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിത്വ വളർച്ചയല്ല, എന്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർലോഡ് ആവാതിരിക്കണം. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് വലിയൊരു ഹെവി ടോക്സിക് ആണ്. നമ്മൾ ടോട്ടലി കൺഫ്യൂഷൻ ആയിപ്പോകും. കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കും, അവസാനം ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. അതുകൊണ്ട് ഇൻഫർമേഷൻ ഓവർലോഡിൽ പോകരുത്. ഇൻഫർമേഷൻ ആസ് ഇറ്റ് നെസസിറ്റിക്ക് മാത്രം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ആസ്ക് എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ് എനിക്ക് ആവശ്യമെന്ന് നിങ്ങൾ ചോദിക്കുക, എന്നിട്ട് അത് മാത്രം സെലക്ട് ചെയ്യുക. ചോദിക്കാത്തിടത്തോളം കിട്ടില്ല. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാം ഒരു പ്ലേറ്റ് പോരട്ടെ എന്ന അവസ്ഥയ്ക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് നന്നായി കഴിക്കുക. ആ വിശപ്പ് മാറിയതിന് ശേഷം, വിശപ്പ് മാറി അടുത്ത വിശപ്പ് വരുമ്പോൾ അടുത്ത ഭക്ഷണം കഴിക്കുക. അപ്പം അത്രയും സമയമെടുത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഒരുപാട് ക്ലാസ്സുകളിലൊന്നും കയറി ഇറങ്ങരുത്. അതൊക്കെ ആവശ്യം വരുന്നതനുസരിച്ച് പഠിച്ചോ. ലൈഫ് ഈസ് എ ടോട്ടലി ഓഫ് ഇതല്ലേ, എന്താ പറയാ, ഒരു സ്റ്റഡിയാണല്ലേ, അല്ലെ? പഠനമാണ്, ജീവിതം മൊത്തം പഠനം. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. എൻ്റെ സ്റ്റുഡൻറ് ഉണ്ട്, 76 വയസ്സായ ആളാണ്. ഇപ്പോഴും 76 വയസ്സിൽ സ്റ്റിൽ യങ്ങാണ്, ഭയങ്കര യങ്ങാണ് ആള്. ഇപ്പോഴും ഓരോ ക്ലാസ്സും പഠിക്കാം. കോഴ്സിൽ ചേരാൻ, പണം കിട്ടാൻ, നിങ്ങളിത് കോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹിച്ചാൽ മതി, പൈസ വന്നോളൂ. യു വെയിറ്റ് ഫോർ ഇറ്റ്. സമയമാകുമ്പോൾ വരും. നിങ്ങൾക്ക് എല്ലാ സമയത്തും നിങ്ങൾക്ക് അതിയായി ആഗ്രഹിക്കുക, പ്രപഞ്ചം അതിന് ഗൂഢാലോചന നടത്തും. അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് വലിയ ഫോഴ്സ് ഒന്നും ചെയ്യണ്ട. ഏതൊരു കാര്യത്തിനും വലിയ ഫോഴ്സ് കൊടുക്കരുത് കേട്ടോ. നിങ്ങളത് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുക. അതൊരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ വന്ന് വീഴും. അതിന്റെ സൗരഭ്യം വേറെ തന്നെയാണ്. നമുക്ക് ആ സൗരഭ്യം അനുഭവിക്കാൻ പറ്റുന്നത്രയും ഗുണം വേറെ ഒന്നും ഉണ്ടാവില്ല.
അതിയായി ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫ്രീ സെഷൻ 365 ഡേയ്സും ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലെ സഹോദരിമാർക്ക് ഒരു അനുഗ്രഹമാകാനും എനിക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ കുറേ കളക്ട് ചെയ്ത് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യൂ, കളക്ട് ചെയ്യൂ. ഒരു സമയം വരും നിങ്ങൾക്കും ആ സമയത്ത് അങ്ങോട്ട് കയറി വരിക. അത് നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ വരട്ടെ, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രപഞ്ചം കൂടാതെ നടത്തും, സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിത്വ വളർച്ചയിൽ രണ്ടാമത്തെ കാര്യമാണ് എന്താണ്, നമ്മൾ ധനകാര്യപരമായ കാര്യങ്ങളുടെ വിദ്യാഭ്യാസം നേടണം. സമ്പത്തിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഏതൊക്കെ രീതിയിൽ സമ്പത്ത്, പൈസ ഉണ്ടായാൽ മാത്രം പോരാ, അല്ലെ? ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, പൈസ ഉണ്ടായാൽ മാത്രം മതിയോ? അതിനെ വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇവിടെ അത് എടുക്കണമെന്നറിയില്ല. നിങ്ങൾ 2 കോടി 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ്, അത് കോടീശ്വരനായാൽ, നിങ്ങളൊരു കോടീശ്വരനായാൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാശിനെ ഉപയോഗിക്കുക എന്ന്. ഇപ്പൊ അത് ടെസ്റ്റ് ചെയ്യണോ? അന്നെല്ലാവർക്കും ടെസ്റ്റ് ചെയ്യണം? വേണ്ടല്ലേ, സമയം എടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇത്രയും ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ഇവിടെ റെഡി ആണെങ്കിൽ റെഡി പറഞ്ഞു ഒരു ടെസ്റ്റ് നടത്തിക്കണം. വേണമെങ്കിൽ ടെസ്റ്റ് നടത്തിക്കാം, അല്ലെങ്കിൽ നോ ഇഷ്യൂസ്. കുറവാണ്, 2 പേര് മാത്രമേ വേണമെന്ന് പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ, എന്താ പറയുക, പെട്ടെന്ന് ക്വിക്കായിട്ട് ടെസ്റ്റ് നടത്താം. നിങ്ങൾ ടൈപ്പ് ചെയ്യണം. എന്താ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. 30/8/2024 നിങ്ങൾ ഒരു കോടീശ്വരനായി മാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് തുടങ്ങാം. ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേ, ഒന്ന് നന്നായിട്ടിരുന്ന് ഒരു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കണ്ണൊക്കെ അടച്ചിരുന്ന് നല്ല ഒരു ബ്രീത്തിങ് ഒക്കെ 5 ടൈംസ് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് മനസ്സും ശരീരവും ഒന്ന് സ്വസ്ഥമാവട്ടെ. ഇപ്പോൾ ചിന്തകൾക്ക് പ്രാധാന്യം കൂടും. നമ്മുടെ ചിന്തകൾ ശരിയാവും, തോട്ട്സ് ശരിയാവും, നമ്മുടെ വാക്കുകൾ ശരിയാവും, ഒക്കെ ശരിയാവും. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇനി 2024 ഓഗസ്റ്റ് 30 നിങ്ങൾ ഒരു കോടീശ്വരനായി മാറുകയാണ്. നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ മുഴുവനായിട്ടും ഒന്നിച്ചു വന്നു. 1 കോടി മുഴുവനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നിങ്ങളൊരു കോടീശ്വരൻ എന്ന പദവിയിലെത്തിയിരിക്കുന്നു. ഓക്കെ, അത് റിയലൈസ് ചെയ്യുക. നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരാം. നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരാം. ഇനി 1/9/2024 നിങ്ങൾ ആ കോടീശ്വരൻ, നിങ്ങൾ ബാങ്കിൽ ഇരിക്കുന്ന അക്കൗണ്ടിനെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആ 1 കോടി എടുത്തിട്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതൊന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ 1, 2, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇതൊരു ട്രാപ്പാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഓപ്പൺ ആക്കി വെക്കണ്ട. നിങ്ങൾ എന്ത് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. യെസ്, എന്തൊക്കെ എല്ലാവരും ടൈപ്പ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും എന്ന്. ഇവിടെ നിന്നെക്കാളും അല്ല, ഭയങ്കര യെസ്, അത് ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഭയങ്കര ബ്രില്യൻ്റ് ആൻസറാണ്. യെസ്, വന്നു, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം വന്നു. ഓക്കെ, വന്ന്. യെസ്, ഓക്കെ, യെസ്, യെസ്, നിങ്ങളെല്ലാം ബ്രില്യൻ്റ് ആണ്. നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. യെസ്, യെസ്,
യെസ്. പോരാ പോരാ, എല്ലാവരും വരുന്നില്ല. കുറെ ആൾ കുറവാണല്ല. ആലോചിക്കായിരിക്കുമല്ലോ സാർ. ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോ ഇത് എന്ത് ചെയ്യാനാണ്? ബാക്കിയുള്ളവരില്ല. എന്നാൽ ഉള്ളവരോട് തന്നെ പറയാം. ഇല്ല, ഇത് പറഞ്ഞവരോട് ചോദിക്കാം. നിങ്ങൾക്ക് കോടീശ്വരനായി നിലനിൽക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ 30/8/2024 കോടീശ്വരനായി. 1-ാം തീയതി മുതൽ നിങ്ങൾ കോടീശ്വരൻ എന്ന പദവി നിങ്ങൾക്ക് ഉണ്ടാവാൻ താല്പര്യമുണ്ടോ? ആ പദവിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുങ്ങൾ. എല്ലാവർക്കും പദവി വേണമല്ലേ? യെസ്, പദവി വേണം. There you are. The last comes the answer from Princey. ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് കറക്റ്റായി. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ വീട് വെക്കും, കാറ് വാങ്ങിക്കും, കടം കൊടുത്ത് തീർക്കും, ഒക്കെ ചെയ്യല്ലേ? അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിങ്ങൾ ചെയ്താൽ പിന്നെ ആ കോടീശ്വരൻ പദവി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുമോ? ജഗദീഷ് ഇവനോട് പറഞ്ഞ ഇത് കൊച്ചിനോട് പറഞ്ഞ പോലെ ആ കീ അവിടെ ഉണ്ടല്ലോ അല്ലേ? അത് എടുത്തിട്ട് മാറ്റി വെച്ചാൽ പിന്നെ അതില്ലല്ലോ അവിടെ. ഈ കോടി അവിടെ നിന്ന് എടുത്താൽ പിന്നെ നിങ്ങൾ കോടീശ്വരൻ അല്ലല്ലോ, നോർമൽ സ്റ്റേജിലേക്ക് വന്നില്ലേ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഫൈനാൻഷ്യൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കാണിച്ച തോട്ട് കൊണ്ടാണ് നമുക്ക് ലോട്ടറി അടിച്ചിട്ട് പോലും പൈസക്കാരനാവാൻ പറ്റാത്തത്. നമ്മൾ ആ മണിയെ തൊട്ട് കളിക്കും. ആ മണിയെ തൊട്ട് കളിക്കുമ്പോൾ നമ്മുടെ കോടികൾ പോകും, പദവികൾ പോകും. കാറ് വാങ്ങിച്ചാൽ എന്താണ് സംഭവിക്കുക? കാർ ഈസ് എൻ ഡിക്രീസിങ് അസറ്റ് ആണ് എന്ന് തിരിച്ചറിയുക. കാറ് ഒരിക്കലും വാല്യൂ കൂടില്ല. നിങ്ങൾ 20 ലക്ഷത്തിന്റെ കാറ് മേടിച്ചാൽ 10 വർഷം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വാല്യൂ താഴോട്ടാണ് പോകുന്നത്. പക്ഷെ യൂസ് നടക്കും. ഇറ്റ്സ് യൂട്ടിലിറ്റിയാണ് സാധനം, യൂസ് ചെയ്യുന്ന സാധനമാണ്. വീടും ഒരു പരിധി വരെ ഡിപ്രീസിയേഷൻ അസറ്റാണ്, കാരണം വീടിന് മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും വാല്യൂ കൂടില്ല. പിന്നെ നമ്മൾ ആ സ്ഥലത്തിന്റെ സാഹചര്യങ്ങളുടെ വിലയൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ പ്രോപ്പർട്ടി മണി കൂടുന്ന വരാം. പക്ഷെ റിയലി അതല്ല. ഇനി ഇതിനെ ശരിയായി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ മണിയെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് ആലോചിച്ച് അതിനവിടെ വെച്ചുകൊണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ആ മണിയല്ല തൊടേണ്ടത്, ആ മണിയിലെ ലാഭത്തിൽ നമ്മൾ ഏറ്റതെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ എന്തായി? ആ പദവി അവിടെ നിൽക്കുകയും ചെയ്യും. അതിൽ നിന്ന് നമുക്ക് വരുന്ന സാധനത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാനും പറ്റും. ഈ കൊടുക്കാനുള്ള കൊടുക്കാൻ പറ്റും, വീട് വെക്കാനുള്ള വെക്കാൻ പറ്റും, കാറുകൾ വാങ്ങിക്കാനുള്ള വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ആ പദവിയിൽ അവിടെ ഇരിക്കുകയും ചെയ്യും. ആം ഐ റൈറ്റ് ദിസ്? ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടോ പറഞ്ഞ് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ്. ഇത് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇഷ്ടമാണെന്ന് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ്. ഇതല്ലേ ശരിയായ ഫോർമാറ്റ്? നമ്മൾ അറിയാത്ത ഒരു സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ധനകാര്യ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്ന് പറയുന്നത്. വെൽത്ത് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. അല്ലാതെ വെൽത്ത് മാസ്റ്ററി നടക്കില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ശമ്പളം കിട്ടി പിറ്റേ ദിവസം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം മുതൽ പൈസ ഇല്ല അല്ലേ? എല്ലാവരെയും നമ്മൾ 90% ആൾക്കാരുടെ അവസ്ഥ ഇതല്ലേ? 90% ആൾക്കാരുടെ അവസ്ഥ ഇതാ. എന്തുകൊണ്ടാണ്? ഈ ഒരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. 10 വർഷമായി
1,00,000 രൂപ ഒരു മാസം വാങ്ങിക്കുന്ന ഒരാൾ 10 വർഷം കൊണ്ട് എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവാം ശമ്പളമായിട്ട്? 12 ലക്ഷം ഒരു ദിവസം. അപ്പൊ 1,20,00,000 രൂപ അയാൾ ശമ്പളം മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് അയാളുടെ ബാങ്ക് ബാലൻസ് മൈനസ് ആണെങ്കിൽ എന്താണ് അയാളുടെ വെൽത്തുമായിട്ടുള്ള കണക്ടിവിറ്റി? 1,00,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ പറ്റണം, ഈ 1,00,000-ൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് കൃത്യമായി എൻ്റെ ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് പോകേണ്ടത്. അത് മീൻസ് ദിസ് ഈസ് ആൾസോ മൈ എക്സ്പെൻസ്. ഞാൻ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് വരുന്ന ആൾക്കാരെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന കാര്യമാണ്, നിലവിലുള്ള അവസ്ഥ നിങ്ങളുടെ ഇൻകത്തിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ കൂടുതൽ കൂട്ടുന്നുവെങ്കിലും നിലവിൽ നിന്ന് ഇത്ര രൂപ മാസം കൃത്യമായി പോയിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇല്ലാതെ മണി മാനിഫെസ്റ്റേഷൻ നടക്കില്ല. വളരെ കൃത്യമായി തന്നെ അവർക്ക് പ്ലാൻ ചെയ്തു കൊടുക്കും. ആ പ്ലാനിങ്ങിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇന്നൊരു പ്രിയപ്പെട്ട ഒരു വ്യക്തി വന്ന് പറഞ്ഞു, സാർ ഒരുപാട് കാശ് വരും, കോടികളാണ് കയ്യിൽ വരുന്നത്, പക്ഷെ മാസം അവസാനം പോയി നോക്കുമ്പോൾ ഇത് എങ്ങനെ വന്നു എങ്ങോട്ട് പോയി ഒരു പിടിയുമില്ല, എൻ്റെ ബാങ്കിൽ ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ സാറിന് എനിക്ക് എന്താ പറയുക, ഈ കോഴ്സിന്റെ ഫീസ് തരാൻ പോലും ഈ കോടികൾ കൈകാര്യം ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഫൈനാൻഷ്യലായിട്ട് അയാൾക്ക് ഒരു നോളജും മനസ്സിലായില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കോടികൾ വന്നിട്ട് എന്താ കാര്യമുള്ള? അങ്ങനെ കോടികൾ വന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക്? നമ്മുടെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ. ഇത് ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എടുത്തു ചാടി പല തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ, ലോൺ കണ്ടാൽ അപ്പോൾ പോയി എടുക്കുന്ന ഒരു സ്വഭാവം, വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അടുത്ത ആൾ സജസ്റ്റ് ചെയ്യും, എന്നാൽ പിന്നെ ഹൗസിംഗ് ലോൺ എടുത്തുകൂടെ, എന്നാൽ പിന്നെ ബാങ്ക് ലോൺ എടുത്തുകൂടെ. എളുപ്പമാണ് പറയാൻ, കിട്ടാനും എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ അടവിൻ്റെ തുക ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ 2 വീട് കെട്ടേണ്ട കാശ് അടക്കേണ്ടി വരും അല്ലേ? 2 വീട് കെട്ടേണ്ട കാശ് ഒരു വീട് കെട്ടുമ്പോൾ അടക്കേണ്ടി വരും. കുറച്ചൊന്ന് ലക്ഷറി കുറച്ചിരുന്നെങ്കിൽ ഒരു വീടിൻ്റെ കിട്ടുന്ന ഒരു വീട് കിട്ടുന്ന പൈസ കൊണ്ട് 2 വീട് കെട്ടാമായിരുന്നു. 1 ലക്ഷറി എന്ന് കുറച്ചാൽ മതി. എന്നിട്ടോ വലിയ വീട് കെട്ടും, ബംഗ്ലാവ് കെട്ടും, അതിന് ക്ലീൻ ചെയ്യാൻ പോലും സമയം ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഫൈനാൻഷ്യലിന്റെ കാര്യത്തിൽ നിങ്ങൾ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയും. കൃത്യമായ ഒരു പ്ലാൻ വേണം. എങ്ങോട്ട്, എപ്പോൾ, എവിടെയൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, ആ നിക്ഷേപത്തിന് എനിക്ക് എത്ര പ്രോഫിറ്റബിൾ കിട്ടുന്നു, ഇതിനോട് എനിക്ക് എന്തൊക്കെ രീതിയിൽ കൂട്ടാൻ പറ്റും, ഇതിൻ്റെ അടുത്ത തലം എന്താണെന്നുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻ വേണം. ഇത് എല്ലാവർക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്കും ചെയ്യാം, വീട്ടിലിരിക്കുന്നവർക്കും ചെയ്യാം അല്ലേ? ഇതിപ്പോൾ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട, ജസ്റ്റ് ആണ്. നിങ്ങൾ കുടുംബശ്രീ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പ്രോഫിറ്റബിൾ ആയിട്ടാണ് ആ കുടുംബശ്രീ നടന്നു പോകുന്നത് അറിയോ? കുടുംബശ്രീന്ന് എത്ര ലോണുകൾ നിങ്ങൾക്ക് ചെറിയ പലിശക്ക് കിട്ടുന്നുണ്ട്. അതിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവർ എത്ര പേരിപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ എത്ര സഹോദരിമാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതൊരു പ്ലാനിങ് ആണ്, സിസ്റ്റമാണ്. നിങ്ങൾ അതെടുത്തു, പിറ്റേ ദിവസം ചിലവാക്കി. കടം കൊടുക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തു, കടം കൊടുത്തു, എന്നിട്ട് പിന്നെ ലോൺ തിരിച്ചടക്കാനായിട്ട് 5 പേരിൽ നിന്ന് വീണ്ടും കടം മേടിച്ച് ലോൺ തിരിച്ചെടുത്തു. എൻ്റെ മാഷെ, ഈ സാധനത്തിൽ ഇത് ഓവർലോഡ് ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല, ഭയങ്കര വിഷയമാണ്. ഇതൊക്കെ സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടെങ്കിൽ പറ്റും. 25,000 രൂപ ശമ്പളമുള്ള ഒരാൾ എങ്ങനെയാണ് 40,000 രൂപ ചെലവിലേക്ക് പോകുന്നത്? എവിടെയാണ് പാകപ്പിഴ വരുന്നത്? ഇത് ഉണ്ടാവണം. ഇനി ഇത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു സാധനം നമുക്കുണ്ടാകണം. ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്ന സാധനമില്ലാതെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പ്രചോദിതമായ പ്രവർത്തനം ഉണ്ടാവണം അല്ലേ? പ്രചോദിതമായ പ്രവർത്തനമില്ലാതെ ഇത് സാധ്യമാവില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രചോദിതമായ പ്രവർത്തനം ഉണ്ടാവുന്നത്? നമുക്കോ പറ്റുന്നില്ല, എങ്ങനെ ചെയ്യാൻ പറ്റും? എനിബഡി ഹാവ് എൻ ഐഡിയ? എനിക്കത് നമുക്ക് സെൽഫായിട്ട് ഇപ്പം നമുക്കത് പറ്റാത്തതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ചെയ്യാത്തത്. പറ്റാണ് ചെയ്തതല്ല, ആർക്കും വേണ്ട എന്നുള്ള അഭിപ്രായമില്ല, എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമുണ്ട്.
ഈ പ്രചോദിതമായ അഭിപ്രായം ഇത് ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് നമുക്കത് സാധ്യമാകുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് യു നീഡ് ഫോർ ഇറ്റ്? ഇല്ലല്ലേ? എനിബഡി ക്യാൻ സേ ദാറ്റ്? നിങ്ങൾ നോക്കി എന്തെങ്കിലും കിട്ടുമോ നോക്കി. പ്രചോദിതമായ പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഇതുമായിട്ട് വേണം. പ്രചോദിതമായി നിങ്ങൾ പ്രചോദിപ്പിക്കുന്ന, നിങ്ങൾക്ക് അറിവ് നൽകി തരുന്ന, നിങ്ങൾ അതിലേക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നതാണ് കിട്ടുക, അപ്രിസിയേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വേണം. അതിന് പറയുന്ന പേരാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾ ചെയ്യുന്ന ഇതാണ്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ മാർഗനിർദ്ദേശം നൽകി നിങ്ങളൊരു കാര്യത്തെ അച്ചീവ് ആയി കഴിഞ്ഞാൽ കൈയടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അടിപൊളി, നിങ്ങൾ റെഡിയായി, സൂപ്പറായി എന്ന്. അപ്രിസിയേഷൻ ഈസ് ദ ഹയസ്റ്റ് മോട്ടിവേഷനാണ്. ഇതിലാണ് ഞങ്ങളുടെ റോള് വരുന്നത്. നമ്മൾ കൃത്യമായി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സും മണി മാനിഫെസ്റ്റേഷൻ മെന്റർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ മെന്റർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഏത് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ഏത് കൂടുതൽ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങളെ പഠിച്ചിട്ട് പറഞ്ഞു തരും. നമ്മളല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഇതിങ്ങനെയല്ല വേണ്ടത്, ശൈലിക്കുള്ള എണ്ണ, അതായത് ഇപ്പോൾ നിലവിൽ വിൽക്കാൻ പറ്റുന്ന ആ ഹെയർ ടോണിക്കിനെ എങ്ങനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഏത് മെത്തേഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത കുറച്ചും കൂടി വൈഡാക്കി ആ സാധനം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വരുത്തേണ്ട കുറച്ച് സിസ്റ്റംസ് എന്താണ്, ഇത് ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ആ ബിസിനസ് ഗ്രോ ആവും. ചെറിയ ചെറിയ ബിസിനസ്സുകൾ ആരെയും ഞാൻ പറയുന്നത് കേട്ടോ, വലിയ ബിസിനസ്സുകാരല്ല, അവരോട് ഇത് പറയുന്നില്ല, അവരോട് വേറെയാണ് പറയുന്നത്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഓരോ കാലത്തിലും മോട്ടിവേഷൻ തരുമ്പോൾ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക് നിങ്ങൾ ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്താ പറയാം, ഈ മാസം നിങ്ങൾ ഇത്ര ചെയ്യണം. ഓരോ ദിവസവും 2-3 ദിവസം ചോദിക്കും, എന്തായി ഇത്ര വന്നോ, എന്തായി ഇത്ര വന്നോ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും പറയും, സാറും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷയം എവിടെയെന്നറിയോ, നമ്മൾക്ക് ആരും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. മോട്ടിവേറ്റ് ചെയ്യാനില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. സെൽഫ് മോട്ടിവേഷനും ഒരു പരിധി വരെയൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ എനിക്ക് തന്നെ, ഞാനിപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ചോദിച്ചില്ലേ, കമോൺ പറയൂ, ഗുഡ് ഈവനിങ് പറയൂ എന്ന് പറയുന്നത് എന്താ പറയുക, എനിക്കുള്ള മോട്ടിവേഷനാണത്. ഈ മോട്ടിവേഷൻ ഇല്ലാതെ എനിക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ടൈപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് പോകും. സ്വാഭാവികമായ പ്രക്രിയയാണ് ഇത്. ഏത് മനുഷ്യനും വീണ്ടും പറയും, ഏതൊരു മനുഷ്യന്റെയും വിഷയം ഇത് തന്നെയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കഴിഞ്ഞാലോ നമ്മുടെ പിണറായി വിജയൻ ആയിക്കഴിഞ്ഞാലോ മറ്റാർക്കായാലും അവർക്കൊരു ഇൻസ്പിറേഷൻ വേണം. അതുകൊണ്ടാണ് ഇവർ യൂസഫ് സാറോ ആരെ എടുത്താലും ശരി ഇല്ലാതെ പോവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന് നമുക്ക് ഒരു ടിപ്പുകൾ പറഞ്ഞു തരിക, അത് ഡിസ്കസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനെ മാറ്റപ്പെടുത്തി നോക്കുക. ചെറിയ ചെറിയ ബിസിനസ്സുകാരെ മാത്രമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കോച്ചിങ് ഇൻഡസ്ട്രിയിലുള്ളവർ, അല്ലെങ്കിൽ യോഗ ഇൻഡസ്ട്രിയിലുള്ളവർ, ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നവർ, ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇതുപോലെ എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, നല്ല പ്യൂർ എന്താ പറയുക ഹെയർ ടോണിക് ആയിക്കഴിഞ്ഞാലോ അങ്ങനെയുള്ള XYZ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. പിന്നെ ചെറിയ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏറ്റവും വേണ്ടത് അവരൊന്ന് തള്ളി വിടണം. അവരങ്ങ് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഓയിലൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ട് അങ്ങ് വിടണം. പിന്നെ പറക്കും വരൊക്കെ. പിന്നെ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിന്ന് സംസാരിച്ച് പോകുമ്പോൾ പിന്നെ പ്രൊഫഷണൽസ്, സെയിൽസ് ജോബ് ചെയ്യുന്നവർ, സെയിൽസ് പ്രൊഫഷൻ ചെയ്യുന്നവർ, മാർക്കറ്റിംഗ് ഹെഡുകൾ, HR ഹെഡുകൾ, അങ്ങനെ ഓഫീസിൽ വലിയ വലിയ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകും. ആ പർപ്പസ് ആണ് മണി മാനിഫെസ്റ്റേഷൻ മെന്റർഷിപ്പിലൂടെ ചെയ്യുന്നത്. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ചേരുന്നവരോട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യും, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആവശ്യം, മെന്റർഷിപ്പ് വേണോ അല്ല ഇത് മാത്രം മതിയോ എങ്കിൽ നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി അളന്നിട്ടാണ് തീരുമാനിക്കുക. നിങ്ങൾക്ക് നോർമലി പഠിച്ചാൽ മാത്രമെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ നോർമൽ ക്ലാസ് ആണ്. മെന്റർഷിപ്പ് വേണമെങ്കിൽ ഞാനും കൂടി ഇൻവോൾവ് ചെയ്യണം.
എൻ്റെ സമയം കൂടി വേണം. അപ്പം അതിനെന്ത് വേണം? എൻ്റെ സമയം കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വരേണ്ടി വരും? അല്ലേ? സ്വാഭാവികമായിട്ട് വേണ്ടി വരും അല്ലേ? അത് തന്നാൽ ഞാനും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓപ്പണാണ്, നമുക്കിതൊന്നും മറച്ചു വെക്കാനില്ല. ഇനി യെസ്, അതാണല്ലോ നമ്മുടെ രണ്ടുപേരുടെ ആവശ്യം. ഞാനും നിങ്ങളും അത് തന്നെയാണ്. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, അത്ര തന്നെ. അപ്പോൾ രണ്ടാമത്തെ ഇതിനകത്ത് ഇത്രയും കാര്യം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മെന്റർഷിപ്പ് ആവശ്യം വരുന്നത് വെച്ചാൽ, നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഘടകം, നമുക്ക് നമ്മുടെ എനർജി ലെവലിനെ നന്നായി നിലനിർത്താൻ സാധിക്കില്ല. എനർജി ലെവലിനെ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വെക്കാൻ നമുക്ക് പറ്റാതിരിക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി കിട്ടണം, ഒരു സപ്പോർട്ട് കിട്ടണം, ഒരു തള്ളു കിട്ടണം. ഈ എനർജിയും ശ്രദ്ധയും നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്കിത് സാധ്യമാവുകയുള്ളൂ, അല്ലേ? എനർജിയും ശ്രദ്ധയും കൃത്യമായി ഉണ്ടായാൽ മാത്രമേ നമുക്ക് അച്ചീവ്മെന്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ എഴുതാൻ പറ്റില്ല. അത് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു വരും. ആ കുറയുന്നത് മാറ്റിയെടുക്കാനായിട്ട് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും ചെറിയ ചെറിയ ഫൈൻ ട്യൂണിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരിട്ടിരുന്നാൽ മാത്രമേ ഫൈൻ ട്യൂണിങ് സാധ്യമാവുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. പിന്നെ കോമൺ ആയിട്ട് പറയാനേ പറ്റുള്ളൂ, പക്ഷെ അത് നിങ്ങളുടേതായിരിക്കണം എന്നില്ല. അപ്പോൾ ഇത് ഞാൻ കോഴ്സിനല്ല, ഞാൻ ഈ പോയിന്റുകൾ എഴുതി വെക്കണേ. എനർജിയും ശ്രദ്ധയും ഞാനത് കണക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട പോയിന്റ് എനർജിയും ശ്രദ്ധയുമാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ മെന്റർഷിപ്പ് പറഞ്ഞതെന്നുള്ളൂ. യഥാർത്ഥത്തിൽ എന്നോട് പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. അപ്പം ഞാനിന്ന് 5 പോയിന്റുകൾ പറഞ്ഞല്ലേ? എത്ര പേർക്ക് മനസ്സിലായി? 5 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുകൂടി ഞാൻ പറയേണ്ടി വരുമോ? ഒന്നാമത്തേത്, വ്യക്തിത്വ വളർച്ച ഉണ്ടാകണം, പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യണം. രണ്ടാമതായിട്ട്, നമ്മൾ ഫൈനാൻഷ്യൽ നോളജ് അക്വയർ ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതണം, മനസ്സിലാക്കണം. മൂന്നാമത്, നമ്മൾ കൃത്യമായ പ്ലാനിങ് നടത്തണം, സ്ട്രാറ്റജിക് പ്ലാനിങ് നമുക്കുണ്ടാവണം. നാലാമതായി, പ്രചോദിതമായ പ്രവർത്തനം നടത്തണം, ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കണം. അഞ്ചാമതായി, നമുക്ക് ഊർജവും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. ഒരു ദിവസം തീരെ ഡൗണ്, മറ്റേ ദിവസം ഫുൾ എനർജറ്റിക്, വീണ്ടും ഡൗണ്, വീണ്ടും എനർജിക്കായി കോൺസെൻട്രേറ്റ് ആയിട്ട് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. 5 പോയിന്റും മറക്കില്ലല്ലോ. ആർ യു സെറ്റ്? എല്ലാവരും സെറ്റാണ്. സെറ്റ് എന്ന് എഴുതൂ. ഇത് മറക്കില്ല, സെറ്റാണെന്ന് എഴുതൂ. മനസ്സിലാകാത്തവർ പറഞ്ഞു, ഒന്നുകൂടി പറയാം. പോയിന്റ് എഴുതി വെക്കാത്തവർ സെറ്റാണ്, സെറ്റ് പറയൂ. അഞ്ചാമത്തത് എന്താണ്? മനസ്സിലായില്ല. അഞ്ചാമത്തെ കാര്യമാണ് പറഞ്ഞത്, നമ്മൾക്ക് ഊർജവും ശ്രദ്ധയും, ഓക്കെ. എനർജി ആൻഡ് കോൺസെൻട്രേറ്റ്, ഫോക്കസ്, എനർജി ആൻഡ് ഫോക്കസ്. ഓക്കെ. എല്ലാവരും സെറ്റാണോ? ഇത്ര ആളിന് സെറ്റ് പോരല്ലോ. ബാക്കിയുള്ള സെറ്റ് അവിടെ പോയി. യെസ്, എവരിവൺ ഈസ് ദേർ. റെഡി 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 റെഡി. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൺക്ലൂഡ് ചെയ്യാം. എല്ലാവരോടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എൻക്വയറി, എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ സംസാരിക്കുക. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മാത്രമേ കോഴ്സ് ഏതാണ് എന്നൊക്കെ തീരുമാനിക്കേണ്ടതുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ക്ലാസ്സിൽ, നമ്മളെ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് മാക്സിമം ക്ലാസ് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കയറാൻ പറയുക. മാക്സിമം ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കട്ടെ. കുറേശ്ശെയായി പഠിക്കുമ്പോൾ അവരിൽ മാറ്റം ഉണ്ടാവും. അത് നിങ്ങൾക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുമെന്ന് ഓർക്കുക. മറക്കാതെ നമുക്ക് കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ റെക്കോർഡിംഗ് കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ജനറൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു.